ഖ്വാജാ മെഹബൂബിൻ തിരുവരുളാലേ രാവേറെ ചൊല്ലാൻ ആയിരം തഹ്‌ലീലുകൾ ദൂരെ പുണ്യമാസ്. ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തേത് ഈദ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്, പക്ഷെ എനിക്ക് ഇന്നലെ ടൈം കിട്ടിച്ചാൽ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ, പക്ഷെ വോയിസ് കൊടുക്കാൻ ടൈം കിട്ടിച്ചാ. അപ്പം അതുകൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിനി. അങ്ങനെ ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് പെരുന്നാളിൻ്റെ തലേദിവസം ഞാനിങ്ങനെ എൻ്റെ ബാഗ് നോക്കലാന്ന്. ഇപ്രാവശ്യത്തെ പെരുന്നാളിനില്ലേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ എനിക്ക് എല്ലാം കൂടി ഡ്രസ്സിന് ഇതിനെല്ലാം കൂടിയിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിനി. ഞാൻ 2 ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. മീൻസ് എനിക്ക് ചുരിദാർ ഇടണം എന്നുണ്ടായിനി പെരുന്നാൾക്ക്. പക്ഷെ ഞാൻ എന്താക്കി, ഒരു അറബിക് ഗൗൺ എടുത്തതാണ് ഫസ്റ്റ്. അതിന് തന്നെ എനിക്ക് നല്ല റേറ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേറെ ചുരിദാറൊന്നും വേണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലച്ചും ഇതെല്ലാം ലാസ്റ്റ് ടൈം സെറ്റാക്കിയതാണ് കേട്ടോ. ഈ ക്ലച്ച് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വരുന്നത്. അതെന്തെന്ന് ഞാൻ പറയാം. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാത്രി അപ്പുറത്തെ പെരീത്തെ ഫുള്ളോ ബെഡി ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് നോക്കലാന്ന്. എനിക്ക് പിന്നെ ഈ ബെഡി എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര പേടിയാണ് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് എൻ്റെ പെരക്ക് വെടി ഒട്ടിച്ചത് എൻ്റെ ഇത്തത്താൻ്റെ മംഗലത്തിനാണ്. അതിനുശേഷം ഇതുവരെ പൊട്ടിച്ചിട്ടാ. കാരണം എനിക്ക് ഇതൊരു സംഭവം ഭയങ്കര പേടിയാണ്. പിന്നെ പെരുന്നാളിന്റെ ഫുൾ ഫുഡ് ഉണ്ടാക്കല് ഞാനാണ് ഇട്ടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ ടൈമില്ലാന്നുകൊണ്ട് രാത്രി തന്നെ ബീഫ് കറി വെച്ച് എനിക്ക് പിന്നെ പുഡിങ്ങും സെറ്റ് ആക്കലാണ്. കാരണം രാവിലെ എന്തായാലും ടൈം ഉണ്ടാവില്ല. രാവിലെ എനിക്ക് മന്തി വെക്കണം. അപ്പൊ ഞാൻ എന്താക്കി, തലേന്ന് മന്തിന്റെ എല്ലാം റെഡിയാക്കി വെച്ച് മസാലയെല്ലാം തേച്ച് വെച്ച് അങ്ങനെയാണ് കേട്ടാ. അപ്പന്നെ ഏകദേശം ലേറ്റ് ആയി. കാരണം ഞാൻ എൻ്റെ ഒരു കൈക്ക് മാത്രമേ മെഹന്തി ഇട്ടിച്ചു. എനിക്ക് ഒരു കൈക്കും കൂടി മെഹന്തി ഇടാനുണ്ട്. അതും കൂടി ഞാൻ ഈ രാത്രി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്. പക്ഷെ എനിക്ക് തീരെ ടൈം ഇട്ടിച്ച. അതുപോലെ തന്നെ 2 പുഡിങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഒന്നാണ് കേട്ടോ. ഒന്ന് ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഫേഷ്യൽ ലേയേഴ്സ് ഒന്ന് കളയാന്ന് വിചാരിച്ചു. കാരണം ഞാൻ അങ്ങനെ ഫേഷ്യൽ ലേയേഴ്സ് കളയലില്ല ഇപ്പായിട്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യം ഉണ്ടെങ്കിൽ കളയും, ഇല്ലെങ്കിൽ മന്ത്ലി വൺസ് നല്ലോണം ഹെയർ വന്നെങ്കിൽ മാത്രം കളയും, ഇല്ലെങ്കിൽ കളയില്ല കേട്ടോ. കാരണം വെറുതെ എന്തിനു പിമ്പിൾ ആദ്യം വരുത്തിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അലോവേര ജെൽ ഇട്ട് കൊടുത്തിട്ട് കാർമസിന്റെ ഫേഷ്യൽ റേസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. ഫേഷ്യൽ റേസറിനേക്കാളും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു മറ്റേ ബ്ലേഡ് മെഷീൻ ഇല്ലേ, അതിനെന്ത് പറയില്ല, എനിക്ക് കറക്റ്റ് അറിയൂല. ഞാൻ മുമ്പ് ഏതോ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിന്, അതാണ് കേട്ടാ. ഇതുവരെയായിട്ട് ഞാൻ മെഹന്തി ഇട്ടിട്ടാ. പിന്നെ ഈ സമയത്ത് വീഡിയോക്ക് ക്ലിയർ ഉണ്ടോന്ന് എനിക്കറിയൂല. കാരണം രാത്രിയാണ്, നല്ല രാത്രിയാണ്, റൂമിലും ലൈറ്റ് കുറവാണ്. പിന്നെ ഒരു സംഭവം ഞാൻ പറയാ, ഞാൻ ഈ ഒരു സാധനം ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയില്ല കേട്ടാ. ഇത് ഞാൻ എങ്ങനെ കൈ കളണെന്ന് പോലും എനിക്കറിയൂല. ഇത് ഇടുന്ന സമയത്ത് എൻ്റെ വിചാരം, ഇതെല്ലാം ഈസി ആയിട്ട് കൈ കളയാൻ കഴിയും. കൈ കളയാനല്ല, പീൽ ചെയ്യലാന്ന് ഇത്. ഇപ്പൊ ഈസി ആയിരിക്കുന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായത്. ഒരു 2-3 കൊല്ലം മുമ്പ് ഈ സെയിം സംഭവം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിട്ടാ. അത് വേറെ ഏതോ ബ്രാൻഡ് തോന്നുന്നു. അതിന് ശേഷം ഇപ്പാണ് ഞാൻ പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീഡിയോയിൽ കണ്ടിച്ചാണ് കേട്ടോ ട്രൈ ആക്കിയത് സംഭവം. പിന്നെ ഞാൻ വാങ്ങുകയും ചെയ്ത്. ഇന്ന് ഉച്ചക്ക് വാങ്ങിയതാണ് കേട്ടോ ക്ലാസ്സിൻ്റെ വരുമ്പം. ഇത് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മ. ആകെ മൊത്തം കച്ചറയായി. ഇതാണെങ്കിൽ എല്ലായിടത്തും ഫുൾ പെരങ്ങുന്ന എൻ്റെ ഷാളിനായി. ആകെ മൊത്തം കൊളായിട്ടാന്നില്ലേ, നിലത്തും കുറയായി. ഇനി ഞാൻ പറയാ ഒരു സംഭവം, ഇതില്ലേ എങ്ങനെ ഉണങ്ങുന്നില്ല. കാരണം ഞാൻ ഇട്ടിച്ച് 1 മണിക്കൂർ ഞാൻ വെച്ചത് ഉണങ്ങുന്നില്ല. ഞാൻ 1 മണിക്ക് ഇട്ടതാണ് ഈ സംഭവം. 1:45 സാധനം ഉണങ്ങുന്നില്ലല്ലോ. കുറച്ചുണങ്ങിട്ടാ ഇത് ഉണങ്ങുന്നില്ല. ഇപ്പം ഇങ്ങനെ കഴുകിക്കളയും. ഉണങ്ങിച്ചില്ല, ബാക്ക് പണി. അങ്ങനെ ഞാൻ രാത്രി അത് തുണി വെച്ച് എങ്ങനെയും തുടച്ചു. കാരണം വെള്ളം കൊണ്ട് പോകുന്നില്ല. അങ്ങനെ അതെല്ലാം കഴുകിക്കളഞ്ഞ് കടന്ന് ഇനി ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ ഡ്രസ്സിലെടുത്ത്, ഇത് അയൺ ചെയ്യാനൊന്നും ഇല്ല, കാരണം ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. ഇത് നല്ലൊരു എന്ത് കളർ എന്ന് പറയണ്ടേ, മസ്റ്റാർഡല്ലോ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എനിക്ക് കുറേ കോംപ്ലിമെന്റ് കിട്ടി ഈ ഡ്രസ്സിനും ക്ലച്ചിനും. നല്ല ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും. ഇനിയിപ്പം ഞാൻ നേരെ ലെൻസ് വെക്കലാണ്. രാവിലെ വെച്ചാൽ എനിക്ക് തീരെ ടൈമില്ല. കാരണം എനിക്ക് എൻ്റെ ഇത്തക്കാരെ കൂട്ടാനും പോകണം, നമുക്കെല്ലാവർക്കും പോകണം. അപ്പം അതിന് മുമ്പ് ഞാൻ ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ റെഡിയാകുന്നതാണ്. പെട്ടെന്ന് പോയിട്ട് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെൻസ് വെച്ചിട്ടാകുമ്പോൾ എൻ്റെ കൈക്ക് എരിവിൻ്റെ ഒരു ഇതുണ്ടായിന്. അപ്പം എന്താക്കി, എനിക്ക് ഭയങ്കര എരിച്ചിലുണ്ടായിന് കണ്ണ്. അപ്പം ഞാൻ എന്താക്കി, അതെടുത്തിട്ട്
പിന്നെ ലാസ്റ്റ് വേറൊരു ലെൻസ് വെച്ചിട്ടാ എനിക്ക് പിന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കലാണ്. കാരണം എനിക്ക് കുറെ ഒന്നും റെഡി ആവാൻ സമയമില്ല. പെട്ടെന്ന് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരണം. അതാണ് എന്റെ ഫോട്ടോ രാവിലെ ഇറങ്ങിയത്. അതുമല്ല ആ ഫോട്ടോയിൽ ഞാൻ അങ്ങനെ റെഡി ആയിട്ടൊന്നും ഇല്ലാട്ടെ. ശരിക്കും ഞാൻ നല്ലോണം മേക്കപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല. എനിക്ക് പിന്നെ എന്തെങ്കിലും പരിപാടിക്കാ പെരുന്നാക്കാ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേക്കും എനിക്ക് ഭയങ്കര തിരക്ക്. പിന്നെ ഇല്ലേ, ഞാൻ ഒരു കൺസീലർ കാണിച്ചില്ല. ഇത് നല്ല കവറേജ് ഉണ്ട് കേട്ടോ. ഈ ഒരു കൺസീലർ ഇത് ലോറിയലിനെയാണ്. ഷെയ്ഡ് ഞാൻ നോക്കിയിട്ട് അത് ഷെയ്ഡ് ഞാൻ പിന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ തന്നെ നമ്മളെ പിമ്പിളും ആക്നി മാർക്സ് എല്ലാം നല്ല രീതിയിൽ കവറാണ്. ഇതാണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഇട്ട് കൊടുത്തത്. രാവിലെ ഒന്നാമത് ലേറ്റ് ആയെന്ന് വെച്ചാല് എന്റെ റിങ് കാണില്ല. എന്റെ 2 കയ്യിൽ ഉള്ളത് ഗോൾഡ് റിംഗ് ആണ്. അത് ഞാൻ മെഹന്തി ഇടുമ്പോൾ ഊരി വെച്ചിട്ടുണ്ടായിന്, അത് കാണുന്നില്ല. അങ്ങനെ അത് ഫുൾ ഞാൻ പെരുതി പോലെ ഫുൾ പെരുതി. കാരണം ആ 2 റിങ് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഫുള്ള് പെരുതി തപ്പി പിടിച്ച് കണ്ടുപിടിച്ചതാണ്. അത് ഒരു ബേജാറുണ്ടായിന് രാവിലെ. അപ്പൊ അതെല്ലാം കൊണ്ട് പിന്നെ നല്ല ലേറ്റ് ആയി. പിന്നെ കുറെ സമയം ലെൻസ് വെച്ച് ഞാൻ കളിച്ച് അങ്ങനെയല്ല എന്നിട്ട് കുറെ ലേറ്റ് ആയത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഡോട്ട് ആൻഡ് ടിൻറ്റഡ് സൺസ്ക്രീനില്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ട്. കാരണം എനിക്ക് തീരെ ടൈമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഫോട്ടോ കിട്ടിയ സമാധാനം ഔട്ടാ. കാരണം ഇത്രയും നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാണ്ട് എങ്ങനെ. പിന്നെ ഡ്രസ്സ് ഞാൻ ദുബൈയിൽ നിന്ന് കൊണ്ടിരിച്ചതാ. എന്നോട് ഡ്രസ്സ് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് ഡിസൈൻ ചെയ്തോന്ന്. അല്ലാട്ടാ, അത് ആടുന്നതിന് ഇങ്ങനെ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്ത് കൊണ്ടുവന്നെയാണ് കേട്ടാ. അപ്പൊ എനിക്ക് ഡ്രസ്സിനും എക്സ്ട്രാ ഡെലിവറി ചാർജിന് അത്യാവശ്യം നല്ലോണം ആയിനി. ഡെലിവറി ചാർജും പിന്നെ ഡ്രസ്സിനും അത്യാവശ്യം നല്ല റേറ്റ് ആയിനി. ഞാന് പെരുന്നാൾക്ക് എടുക്കുന്ന ഡ്രസ്സിനേക്കാളും ഡബിൾ റേറ്റ് ആയിനി. അതുമല്ല ക്ലച്ചിനും അങ്ങനെ ലാസ്റ്റ് ടൈം ഞാൻ ഒപ്പിച്ചോണ്ട് നല്ല റേറ്റ് ആയിട്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കിട്ടിയാ മതിന്നായി. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നല്ല ഡ്രസ്സിലിട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫോട്ടോ വേണ്ടേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ലാക്മിന്റെ ലിപ്സ്റ്റിക്ക് തായാന്നില്ല. അതുകൊണ്ട് ഞാൻ മാസിന്റെ ആണ് ഇട്ട് കൊടുത്ത്. പിന്നെ എൻ്റെ ഈ ഒരു റിങ്, ഈ 2 ഞാൻ പെരുന്നാൾക്ക് ഇടാൻ വാങ്ങിയതാന്ന് ഇട്ടാ. എനിക്ക് റിങ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2 റിങ് വാങ്ങിയിട്ടുണ്ടായിനി. ഒന്ന് ഈ ഗ്രീൻ കളർ സ്റ്റോണിലെ റിങ് എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ഇല്ലതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നും കൂടി വലുത് വാങ്ങി. പിന്നെ ഒന്നാ പിന്നെ സൂചിയില്ലേ അതിന്റെ ഒരു ടൈപ്പ് റിങ്ങും. ഇത് മാത്രല്ല ഞാനൊരു 2-3 റിങ് ഇട്ടിട്ടുണ്ടായിന് കേട്ടാ. എന്റെ ഫോട്ടോയിൽ കാണിച്ചിട്ട്. പിന്നെ ഇത് ഓട്ട് ചെയ്തതാണ് കേട്ടാ. അന്ന് ആ ഓട്ട് ചെയ്ത് ഇതുവരെ കയ്യിൽ നിന്ന് പോയിട്ട് ആ മൈലാഞ്ചി ഇടുമ്പോ അതിന്റെ മുകളിൽ വന്നിട്ടിട്ട്. പിന്നെ ഇതെന്റെ മാല, ഇതും ഞാൻ പുതിയത് വാങ്ങിയതാണ് കേട്ടാ. എന്റെ ഉമ്മ എന്നെ സൂയിപ്പാക്കലാണ് കത്തിമാല എന്ന് എന്നിട്ട് ഇതിന്റെ ഒരു സ്റ്റോണ് എന്റെ കൈമിന്ന് വീണിപ്പോയി. ഇന്നലെ വീണതാണ്. അപ്പം ഇന്നലെ വീണിട്ട് അതിന്റെ ഒരു സ്റ്റോണ് പോയി, ആ മിഡിലത്തെ സ്റ്റോണ്. ബാക്കിയെല്ലാം ഓക്കെ. ഞാൻ ആക്സസറീസ് എല്ലാം ഫസ്റ്റ് വാങ്ങൂട്ടാ. ഡ്രസ്സിനേക്കാളും എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ ആക്സസറീസ് ആണ് മെയിൻ വേണ്ടത്. അതായത് മാല, റിങ് ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ബാഗ്, ഞാൻ എൻ്റെ ഒരു പിക്കിലും ഞാൻ ബാഗ് പിടിക്കാണ്ട് നിൽക്കൂല. എനിക്ക് ബാഗിൽ വെച്ച് അത്രയും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കിനി. പിന്നെ ഈ ഒരു വാച്ചും കൂടി ഇട്ട്. പിന്നെ എന്റെ ബാഗ് കളക്ഷൻ വീഡിയോ ഞാൻ വേറെ ചെയ്യാട്ടാ. ലിങ്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാം വേറെ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ഫ്രണ്ടിൽ. പക്ഷെ അത് ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരിക്കൽ വലിച്ചതാണ്. അത് അപ്പം തന്നെ പോയിനിട്ട ഫോട്ടോ എടുക്കുമ്പോൾ. പിന്നെ അന്ന് ഞാൻ ഹെയർ സ്റ്റൈൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടാട്ടാ. ഞാൻ ഷാൾ ഉള്ളിലിട്ടതാണ്. അപ്പൊ ഹെയർ പിന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഹെയർ ഒന്ന് മുകളോട്ട് വാരായിനോന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഷാളും ഇട്ട് ഹെയറും അങ്ങനെ വാർന്നു കഴിയുമ്പോ എന്റെ മുഖം ആകെ മെലിഞ്ഞ് എലിമണ്ടി പോലെ ഉണ്ടായിന് ട്ടാ. ശരിക്കും എന്റെ മുഖം നല്ല വീതി ഉണ്ട്, മീൻസ് തടി ഉണ്ടായിന്. അപ്പൊ അങ്ങനെ സ്റ്റൈലിൽ വെച്ചാകുമ്പോ അങ്ങനെ ഉണ്ടായിന്. അപ്പൊ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിച്ച. അങ്ങനെ പിന്നെ പോയിട്ട് ആകെ മെയിനായിട്ട് കിട്ടിയത് ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഡ്രസ്സിന്റെ. പിന്നെ ഒരു 2-3 പിക്കും. പക്ഷെ അതിൽ എന്റെ ഫേസ് നേരില്ലാത്തതുകൊണ്ട് ഞാൻ ക്രോപ്പ് ചെയ്തിട്ടാണ് ഇട്ടത്. പിന്നെ പൊരയിൽ വന്നപാട് ഞാൻ മന്തി കഴിച്ചു. പിന്നെ പുഡിങ് ജസ്റ്റ് ഒരു സ്കൂപ്പ് കഴിച്ചതേലും എനിക്ക് പിന്നെ അപ്പന്നെ പോലാന്ന്. പിന്നെ എന്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആരാണെങ്കിൽ ഓരോ പിക്കും വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവട്ടെ. ഇൻസ്റ്റയിൽ ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ ഇപ്പൊ നേരെ ഫസ്റ്റ് തന്നെ പോകുന്നത് ഇത് താനെ കൂട്ടാനാന്ന് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ രാവിലെ പെരുന്നാളിന്റെ ഡ്രസ്സ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ചേഞ്ച് ആക്കൂട്ടാ. ഞാൻ ഇട്ടിട്ടൊന്നും നിൽക്കില്ല. എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിച്ചാ പോലത്. പക്ഷെ ഇന്ന് ചേഞ്ച് ആക്കാനും കൂടി ടൈം കിട്ടിയിട്ട. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ സൺഗ്ലാസ് കൊണ്ടുപോകാൻ പറഞ്ഞു. സൺഗ്ലാസ് ഇട്ടിനെങ്കിൽ പിന്നെ എന്റെ പിക്ക് നേരാട്ടീന്. കാരണം അതിൽ കണ്ണൊന്നും കാണുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഓളെ ആടുന്ന് പിക്ക് അടിച്ച് നേരെ ഉപ്പാന്റെ അവിടെ പോയിട്ടാ. ആടുന്ന് പിന്നെ നിർബന്ധിച്ച് ഞാൻ ബിരിയാണി കഴിച്ചു. ഞാൻ അങ്ങനെ ബിരിയാണി കഴിക്കലില്ല, കുറവ് തന്നെയാണ്. അങ്ങനെ ആടുന്ന് ബിരിയാണി കഴിച്ച്
പിന്നെ ഒരു വൈകുന്നേരം എല്ലാം ആയിട്ടാൻ പറഞ്ഞിട്ടാ ഞാൻ മാടിന് കീഞ്ഞത്. എന്നിട്ട് പിന്നെ നേരെ എൻ്റെ അളമാൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെയല്ല എന്നിട്ട് എൻ്റെ ഇത് വ്ളോഗ്. അപ്പം എൻ്റെ ഇൻസ്റ്റയിൽ ഞാനിവിടെ കൊടുക്കാം. എല്ലാവരും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാം. ഞാൻ അധികം എൻ്റെ പിക്കെല്ലാം ഞാൻ അതിലാ പോസ്റ്റ് ചെയ്യില്ലേ.